ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പഠിച്ചു വെച്ച ഓക്സിലറി, അതുപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ വേർഡ്സുകൾ, ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പറയാം എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും യൂസ്ഫുള്ളായ വീഡിയോ ആണ്. അപ്പോൾ ഇനിയുള്ള വീഡിയോസൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോ ആണ്. അതായത് ഇപ്പം ഒരാളോടൊരു കാര്യം ചോദിക്കുന്നു, അതിന് റിപ്ലൈ കൊടുക്കുന്നു. ഇങ്ങനെ നമ്മൾ പറഞ്ഞ് പഠിക്കുമ്പോഴാണ് ഇംഗ്ലീഷ് കുറച്ച് സംസാരിക്കാനായിട്ട് നമുക്ക് കഴിയുക. അപ്പം അങ്ങനെയുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമ്മളിങ്ങനെ ചോദിക്കുകയാണ്, അവൻ വന്നോ? അവൻ വന്നോ? അവൻ എന്നുള്ളിടത്ത് നമുക്ക് എന്തെങ്കിലും നെയിം ചേർക്കണമെങ്കിൽ അത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ രാജു വന്നോ, അൻവർ വന്നോ, ഇര വന്നോ, അല്ലെങ്കിൽ ഫാത്തിമ വന്നോ, ഇങ്ങനെ പല നെയിമും വെച്ചിട്ട് നമുക്ക് ചോദിക്കാം. ഇവിടെ എക്സാമ്പിളായിട്ട് അവൻ വന്നോ എന്നെങ്ങനെ ചോദിക്കും? ഡിഡ് ഹീ കം? ഡിഡ് ഹീ കം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഡിഡ് ഒരു ഓക്സിലറി ആണ്. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ അവൻ വന്നോ എന്ന് ചോദിക്കുമ്പം ഡിഡ് ഹീ കം എന്നാണ് ചോദിക്കേണ്ടത്. ഓക്കെ, അതിനൊരു ആൻസറായിട്ട് പറയാം നമുക്ക്. അവൻ വന്നു എന്ന് പറയാം. അതെങ്ങനെയാണ് പറയുക? ഹീ കെയിം. ഹീ കെയിം, അവൻ വന്നു. ഇനി നമ്മൾ ചോദിക്കുകയാണ്, അവൻ എവിടെ? അവൻ ഇവിടെ എന്നിങ്ങനെ ചോദിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് എവിടെ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ് എന്താണ്? വേർ എന്നാണല്ലേ. ഇവിടെ അവൻ എന്നുള്ള ഒരു സബ്ജക്റ്റാണ്, സിംഗുലർ സബ്ജക്റ്റാണ്. സോ വേർ ഈസ് ഹി? വേർ ഈസ് ഹി? അവൻ എവിടെ? അതിന് നമുക്ക് ഒരുപാട് ആൻസർ പറയാൻ പറ്റും അല്ലേ. ഫോർ എക്സാമ്പിൾ, അവൻ ഉറങ്ങുകയാണ്. ഹി ഈസ് സ്ലീപ്പിംഗ്. അവൻ ഉറങ്ങുകയാണ്. അതല്ല, അവൻ കുളിക്കുകയാണ് എന്ന് പറയണമെങ്കിലോ? ഹി ഈസ് ടേക്കിംഗ് എ ബാത്ത്. ഹി ഈസ് ടേക്കിംഗ് എ ബാത്ത്. അവൻ കുളിക്കുകയാണ്. ഇനി അവൻ ഭക്ഷണം കഴിക്കുകയാണ് എന്നിങ്ങനെ പറയും? ഹി ഈസ് ഈറ്റിംഗ്. ഹി ഈസ് ഈറ്റിംഗ്. അവൻ ഭക്ഷണം കഴിക്കുകയാണ്. ഇതുപോലെ നമുക്ക് ഏത് ആൻസറാണോ വേണ്ടത്, ഏതാണോ നമുക്ക് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, അത് നമുക്ക് പറയാം കേട്ടോ. നെക്സ്റ്റ് നമ്മളിങ്ങനെ ചോദിക്കാറില്ലേ, അവൻ ഇന്നലെ എപ്പോഴാണ് വന്നത്? അവൻ ഇന്നലെ എപ്പോഴാണ് വന്നത്? ഈ എപ്പോഴാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് പഠിച്ചത്? വെൻ ആണല്ലേ. അപ്പോൾ എങ്ങനെ ചോദിക്കും? വെൻ ഡിഡ് ഹീ കം യെസ്റ്റർഡേ? വെൻ ഡിഡ് ഹീ കം യെസ്റ്റർഡേ? അവൻ ഇന്നലെ എപ്പോഴാണ് വന്നത്? അതിന് നമുക്ക് ഏത് ടൈം വേണമെങ്കിലും പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, അവൻ ഇന്നലെ വൈകുന്നേരം 4 മണിക്കാണ് വന്നത്. അവൻ ഇന്നലെ വൈകുന്നേരം 4 മണിക്കാണ് വന്നത്. എങ്ങനെയാ പറയുക? ഇന്നലത്തെ കാര്യമാണ് പറയുന്നത്. സോ ഹീ കെയിം അറ്റ് 4 PM യെസ്റ്റർഡേ. ഹീ കെയിം, അവൻ വന്നു. അറ്റ് 4 PM, ഇവിടെ വൈകുന്നേരം 4 മണി എന്നുള്ളൊരു കൃത്യസമയം പറഞ്ഞിട്ടുണ്ട്. സോ അറ്റ് 4 PM യെസ്റ്റർഡേ. അപ്പം ഹീ കെയിം അറ്റ് 4 PM യെസ്റ്റർഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇന്നലെ വൈകുന്നേരം 4 മണിക്കാണ് വന്നത്. നെക്സ്റ്റ്, നീ കറി ഉണ്ടാക്കിയോ? നീ കറി ഉണ്ടാക്കിയോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. ഡിഡ് യു മേക്ക് കറി? ഡിഡ് യു മേക്ക് കറി? നീ കറി ഉണ്ടാക്കിയോ? ഇനി അതോടൊപ്പം ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എന്താണ് കറി വെച്ചത്? അതായത് എന്താണ് കറി എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. വാട്ട് ഈസ് കറി? വാട്ട് ഈസ് കറി? എന്താണ് കറി വെച്ചത്, അല്ലെങ്കിൽ എന്താണ് കറി എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് വാട്ട് ഈസ് കറി എന്ന് ചോദിച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ്, മീൻ കറിയാണോ? മീൻ കറിയാണോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. ഈസ് ഇറ്റ് ഫിഷ് കറി? ഈസ് ഇറ്റ് ഫിഷ് കറി? ഇവിടെ മീൻ എന്നുള്ള ആ ഒരു വസ്തുവാണല്ലോ ചോദിച്ചിരിക്കുന്നത്. സോ ഈസ് ഇറ്റ്, ഇറ്റാണ് അവിടെ നമ്മൾ അതിൻ്റെ സബ്ജക്റ്റായി യൂസ് ചെയ്യേണ്ടത്. ഈസ് ഇറ്റ് ഫിഷ് കറി? ഈസ് ഇറ്റ് ഫിഷ് കറി? ഫിഷ് കറിയാണോ, അതായത് മീൻ കറിയാണോ? ഇനി ഇറച്ചിക്കറിയാണോ എന്ന് ചോദിക്കണമെങ്കിലോ? ഇറച്ചിക്കറിയാണോ എന്നെങ്ങനെ ചോദിക്കും? നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം പഠിക്കണം അല്ലേ. നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു ക്ലാസ്സും കൂടി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ഈസ് ഇറ്റ് മീറ്റ് കറി? ഈസ് ഇറ്റ് മീറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഇറച്ചിക്കറിയാണോ എന്നാണ്. ഇനി നമുക്കതിനെ കൂടെ കറി എന്ന് വേണമെങ്കിൽ കൂട്ടാം. ഇവിടെ ക്വസ്റ്റ്യൻ വേർഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈസ് ഇറ്റ് എന്നാണ്. ഈസ് ഇറ്റ് മീറ്റ്? മീറ്റ് കറിയാണോ, അതായത് ഇറച്ചിക്കറിയാണോ? ക്ലിയർ. നെക്സ്റ്റ് നമുക്ക് ഇങ്ങനെ പറയണമെങ്കിലോ, ഞാൻ ഇന്ന് ഒന്നും ഉണ്ടാക്കിയില്ല, അവൻ പുറത്തു നിന്ന് കഴിച്ചു.
ഞാനിന്ന് ഒന്നും ഉണ്ടാക്കിയില്ല, അവൻ പുറത്തു നിന്ന് കഴിച്ചു. ഇങ്ങനെ നമ്മൾ പറയാറില്ലേ. ഇവിടെ 2 സെൻറ്റൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഐ ഡിഡ്ന്റ് മേക്ക് എനിത്തിങ് ടുഡേ, ഞാനിന്നൊന്നും ഉണ്ടാക്കിയില്ല. ആൻഡ് ഹി ഏറ്റ് ഔട്ട്, അവൻ പുറത്തു നിന്ന് കഴിച്ചു. അപ്പോൾ ഐ ഡിഡ്ന്റ് മേക്ക് എനിത്തിങ് ടുഡേ ആൻഡ് രണ്ടാമത്തെ സെൻറ്റൻസിനെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൺജക്ഷൻ വേർഡായ ആൻഡ് എന്ന് യൂസ് ചെയ്തു. ആൻഡ് ഹി ഏറ്റ് ഔട്ട്, അവൻ പുറത്തു നിന്ന് കഴിച്ചു. അപ്പോൾ ഞാനിന്നൊന്നും ഉണ്ടാക്കിയില്ല, അവൻ പുറത്തു നിന്ന് കഴിച്ചു എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയണമെങ്കിൽ ഐ ഡിഡ്ന്റ് മേക്ക് എനിത്തിങ് ടുഡേ ആൻഡ് ഹി ഏറ്റ് ഔട്ട്. ഓക്കെ, നെക്സ്റ്റ്, നീ ഭക്ഷണം കഴിച്ചോ? നമ്മളെപ്പോഴും ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. നീ ഭക്ഷണം കഴിച്ചോ? ഡിഡ് യു ഈറ്റ്, നീ ഭക്ഷണം കഴിച്ചോ? അതിന് ആൻസറായിട്ട് ഇങ്ങനെ പറയുകയാണ്, ഞാൻ കുറച്ച് മുമ്പ് കഴിച്ചു. നമ്മൾ പഠിച്ചിട്ടുണ്ട് കുറച്ച് മുമ്പ് എന്ന് പറയാൻ വേണ്ടിയിട്ട് വൈൽ ബാക്ക്, അതുപോലെ തന്നെ സം ടൈം എഗോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുമ്പ് എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഐ ഏറ്റ് സം ടൈം എഗോ എന്നാണ് പറയുന്നത്. സോ ഐ ഏറ്റ് സം ടൈം എഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് മുമ്പ് കഴിച്ചു എന്നാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകളും ആൻസേഴ്സുകളുമാണ്. ഇതൊക്കെ നമ്മൾ പറയുന്നത് നമ്മുടെ ഓക്സിലറി യൂസ് ചെയ്തുകൊണ്ടും അതുപോലെ ക്വസ്റ്റ്യൻ വേർഡ് യൂസ് ചെയ്തുകൊണ്ടൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ നിർബന്ധമായിട്ടും നമ്മുടെ ഗ്രാമർ ക്ലാസ് കണ്ടിരിക്കണം. മുമ്പത്തെ ഈ സാറാമ്, വാസ്, വേർ, ഡു, ഡസ് അങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും മുടങ്ങാതെ നിങ്ങൾ കാണണം കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഡെയിലി ലൈഫിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു സോ മച്ച്.